ഫ്രണ്ട്സ്, 500 രൂപ മുതൽ 50,000 രൂപ വരെ ലോൺ തരുന്ന ഒരു RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ലോൺ ആപ്ലിക്കേഷനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ. ഈ ഒരു വീഡിയോയിൽ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടോ, ഏകദേശം ലോൺ ലിമിറ്റ് എനിക്കിപ്പോൾ 63 രൂപയാണ് ലിമിറ്റ്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്തതാണ്. ഏകദേശം 2,463 രൂപയാണ് എനിക്ക് സെക്കൻഡ് ടൈം ആയിട്ട് കിട്ടിയ ലിമിറ്റ്. അത് ഫസ്റ്റ് ടൈം എനിക്കൊരു 500 ആണ് ഇന്ന് കിട്ടിയത്. പിന്നീട് അത് 2,463 കൂട്ടി കിട്ടി. ഏകദേശം 30 മുതൽ 91 ദിവസത്തെ തിരിച്ചടവ് കാലാവധിയിലാണ് എനിക്ക് ഈ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഏതാണ് ആപ്ലിക്കേഷൻ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നും കൂടെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിനുമുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഏകദേശം 500 രൂപ മുതൽ 50,000 രൂപ വരെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ലോണ് കാര്യങ്ങളൊക്കെ തരുന്നത്. ഇത് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് 2% മുതൽ 9% വരെ പെർ മന്ത്, ഒരു മാസത്തിലാണ് ഈ പറയുന്നത്. അതുപോലെ തിരിച്ചടവായിട്ട് വരുന്നത് 61 ദിവസം മുതൽ 120 ഡേയ്സിൽ തിരിച്ചടവ് കാര്യങ്ങളൊക്കെയാണ്. ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നോക്കുകയാണെങ്കിൽ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. ഏകദേശം 50,000 രൂപ വരെ ലോണ് കാര്യങ്ങൾ തരുന്നുണ്ട്. അത് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവുന്നുള്ളൂ. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം നമ്മളൊരു 2,000 രൂപയാണ് ലോൺ എടുക്കുന്നതെങ്കിൽ 3 മാസത്തേക്ക് 5% ഇൻട്രസ്റ്റ് വരുന്നത്. പ്രോസസ്സിംഗ് ഫീ 0 ആണ്. പ്രോസസ്സിംഗ് ഫീ ഇവർ എടുക്കുന്നില്ല ഫസ്റ്റ് ലോണിന്. അതുപോലെ GST 0 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത് 300 രൂപയാണ്. അത് ഏകദേശം നമ്മൾ അടക്കേണ്ടത് വെച്ചാൽ 2,000 രൂപ എടുത്താൽ 3 മാസം കൊണ്ട് 2,300 രൂപയാണ് തിരിച്ചടക്കേണ്ടത്. ഈ ഒരു ലോണ് സ്റ്റുഡൻസിനും കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്റ്റുഡൻസ് ID കാർഡ് ഉണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി സ്റ്റുഡൻസിനും ലോൺ കിട്ടുന്നതായിരിക്കും. ഹൈടോൺ മെർച്ചൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു RBI ലെൻഡറാണ് ഈ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ ലിസ്റ്റിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ലെൻഡർ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഓക്കെ, ഇതിന്റെ എലിജിബിലിറ്റി ക്രിറ്റേറിയ നോക്കാം. സ്റ്റുഡൻസ്, അതുപോലെ സാലറീഡ് ആണെങ്കിൽ 9,000 രൂപ സാലറി എങ്കിലും മേടിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോണ് കാര്യങ്ങൾ ലഭിക്കും. സ്റ്റുഡൻസ് ആണെങ്കിൽ ID കാർഡ്, അതായത് കോളേജ് ID കാർഡ് ഉണ്ടാവുമല്ലോ, ആ ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോണ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അതുപോലെ ഈ ആപ്ലിക്കേഷന്റെ ഡോക്യുമെന്റ്സ് പറയുന്നത് കോളേജ് ID കാർഡ്, സ്റ്റുഡൻസ് ആണെങ്കിൽ കോളേജ് ID കാർഡ്, അതുപോലെ സാലറീഡ് ആണെങ്കിൽ 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അതല്ലെങ്കിൽ നമ്മുടെ സാലറി സ്ലിപ്പോ ജോയിനിങ് ലെറ്ററോ അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, പിന്നെ പാൻ കാർഡ്, പിന്നെ KYC ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ആധാർ കാർഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത്രയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഇതിന്റെ സപ്പോർട്ട്, കസ്റ്റമർ കെയർ ഒക്കെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. നമുക്ക് ബാക്കി കാര്യം കൂടെ നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് മുമ്പ് ഈ ഒരു ആപ്ലിക്കേഷൻ, അതായത് ലോണ് ആപ്ലിക്കേഷനിൽ ലോണ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ സ്വന്തം ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷനിലൊക്കെ എത്രമാത്രം ജെന്യൂനിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഈ ലോൺ എടുക്കുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. ഓക്കെ, ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ എന്തായാലും RBI അപ്രൂവ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്വയം റിസ്കിൽ മാത്രം ലോണ് കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഒരു പേജാണ് വരിക. അവിടെ താഴെ നമ്മൾ ജസ്റ്റ് ഒരു ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ, ഇന്നീഡ് ക്യാഷ് അലോവർ പറയുക. അത് ജസ്റ്റ് ഒരു എന്താ പറയുക, പ്രൊമോഷൻ പോലെയാണ്. അപ്പോൾ അത് ജസ്റ്റ് വായിച്ചു നോക്കാം. അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഈ ഒരു ലോണ് സ്റ്റുഡൻസിനും അതുപോലെ സാലറീഡ് ആയ വ്യക്തികൾക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കത് ജസ്റ്റ് വായിച്ചു നോക്കാം. അതിനുശേഷം സ്കിപ്പ് ദ ട്യൂട്ടോറിയൽ കൊടുക്കുക. പിന്നെ റീപേയ്മെന്റ് കാര്യങ്ങളൊക്കെ പറയുന്നത് ഈസി റീപേയ്മെന്റ് പ്രോസസ്സ്, അതൊക്കെ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് അടിച്ച് ഗെറ്റ് സ്റ്റാർട്ടിന് കൊടുക്കാം. അപ്പോൾ ഇവിടെയാണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഓക്കെ, നമുക്ക് ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ സൈൻ അപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ ഏതാണോ ആ ഒരു നമ്പർ അടിച്ചുകൊണ്ട് കൺഫേം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ഓൾറെഡി അടിച്ച് കൺഫേം എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വെരിഫിക്കേഷൻ കോഡ് മെസ്സേജ് ആയിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. ആ ഒരു നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് വെരിഫൈ എന്ന് പറയുന്നത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു നോക്കുക. അതൊക്കെ പ്രൈവസി പോളിസി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എഗ്രി ആൻഡ് ഷെയർ എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവരുടെ ടേംസ് ഓഫ് സർവീസ്, നമ്മുടെ SMS ഡാറ്റാസ് കാര്യങ്ങളൊക്കെ അവർ ജസ്റ്റ് ഈ ഒരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അത് നമുക്ക് ഓക്കെ ആണെങ്കിൽ ആക്സെപ്റ്റ് കൊടുക്കാം. ഓക്കെ ആയാൽ നമുക്ക് ഈ ഒരു ലോൺ ആപ്ലിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ആക്സെപ്റ്റ് കൊടുക്കാം. ഓക്കെ, പിന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എൻ്റർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കണം. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാര്യങ്ങളൊന്നും ഇല്ലാതെ നോക്കണം എന്ന് പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്ത് ഓക്കെ കൊടുക്കുക. ഈ ഒരു പേജിൽ നമ്മുടെ പേര്, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, ജനന തീയതി, അൾട്ടർനേറ്റീവ് കോൺടാക്ട് നമ്പർ, ആ ഒരു കോൺടാക്ട് നമ്പർ നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെ ആരുടെയെങ്കിലും ഒരു കോൺടാക്ട് നമ്പർ അടിച്ച് അതിൽ വെരിഫൈ എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു OTP വരും, അത് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സ്, അതുപോലെ പെർമനൻറ്റ് പിൻകോഡ്, നമ്മളിപ്പോൾ നിലവിൽ എവിടെയാണോ നമ്മൾ പെർമനൻ്റ് ആയിട്ടുള്ള അഡ്രസ്സ്, അത് കാര്യങ്ങൾ കൊടുക്കുക. അതിനുശേഷം കറണ്ട് അഡ്രസ്സ്, നമ്മളിപ്പോൾ താമസിക്കുന്ന വേറെ ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ ആ ഒരു അഡ്രസ്സ്, അതുപോലെ കറണ്ട് പിൻകോഡ്, അതുപോലെ ഫാദർ നെയിം, മദർ നെയിം, പിന്നെ നമ്മുടെ
മെയിലോ ഫീമെയിലോ അത്ര അടിച്ചതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഇതിൽ പറയുന്നുണ്ട് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ നോക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ലിമിറ്റ്, അതായത് നമുക്ക് ലോണ് കാര്യങ്ങൾ ബ്ലോക്ക് ആവും എന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ യെസ് എന്ന് കൊടുക്കുക, കറക്റ്റ് എൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. 4 രീതിയിലുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഒന്നെങ്കിൽ വോട്ടർ ഐ ഡി, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ, പാസ്പോർട്ട്, ഇതിൽ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ ആധാറാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ വൈൽ യൂസിങ് ദിസ് ആപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കുക, അല്ലെങ്കിൽ ഓൺലി ദിസ് ടൈം, അതിൽ ഏതെങ്കിലും കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആധാർ നമ്പർ, ആധാർ കാർഡ് വെരിഫിക്കേഷൻ ആണ്, അതിന് ഏറ്റവും മേലെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. ഓക്കെ, ഈ ഒരു ഭാഗത്ത് ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. തൊട്ട് താഴെ ആധാറിന്റെ ഫോട്ടോ ഫ്രണ്ട് സൈഡ് അപ്ലോഡ് ചെയ്യുക, താഴെ ബാക്ക് സൈഡും അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഈ 2 ഫ്രണ്ടും ബാക്കും അപ്ലോഡ് ചെയ്യണം ആധാർ കാർഡിന്റെ. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ KYC ഡോക്യുമെന്റ്, അത് ആധാറും പാൻ കാർഡും ആധാറും ഫ്രണ്ടും ബാക്കും അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അത് അപ്ലോഡ് ആവാൻ. അതിനുശേഷം ഇങ്ങനെ ഒരു പെർമിഷൻ ചോദിക്കും, അത് അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ അലോ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് അലോ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പാൻ കാർഡാണ്, അവിടെ പാൻ നമ്പറും അതുപോലെ താഴെ പാൻ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതും അപ്ലോഡ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പാൻ കാർഡ് ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എ പാൻ എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പാൻ കാർഡ് അപ്ലോഡ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ JPG, PNG, JPEG ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കണം, ഇല്ലെങ്കിൽ അപ്ലോഡ് ആവില്ല. അപ്പോൾ ഇത്രയും സാധനം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഏറ്റവും താഴെയായിട്ട് കാണുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ആ ഒരു സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യാണ്. സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മുടെ പാൻ കാർഡ് ഇപ്പോൾ അപ്ലോഡ് ആയിട്ടുണ്ട്. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൂടെ പറഞ്ഞ് ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യാം. നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത പാൻ കാർഡ് ഒന്നുകൂടെ കാണുന്നതായിരിക്കും. അതിനുശേഷം വീണ്ടും സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ആണ്, ഒരു സെൽഫി വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ഇവർ പറയുന്ന ആ ഒരു പറയുന്ന പോലെ തന്നെ എഴുതി കാണിക്കുന്ന അതേ രീതിയിൽ നമ്മളൊരു സെൽഫി വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ്. അത് നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളെ എന്താ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചും കണ്ടൊക്കെ എടുക്കാൻ ശ്രമിക്കുക. അപ്പം ഈ ഒരു സെൽഫി വീഡിയോ അവർ ചോദിക്കുന്നുണ്ട്. ഈ പോക്കറ്റിലൊക്കെ സെയിം രീതിയിൽ തന്നെ സെൽഫി വീഡിയോ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നമ്മൾ പ്രൊഫഷൻ ഏതാണെന്ന് സെലക്ട് ചെയ്യുക. സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ സാലറീഡ് ആണെങ്കിൽ സാലറീഡ്. അപ്പോൾ നമ്മളിവിടെ സാലറീഡ് ആണെങ്കിൽ സാലറീഡ് കൊടുക്കുക, അത് ഏതാണോ നിങ്ങൾ ഇഷ്ടം. ഈ സാലറി ഇൻഫർമേഷൻ ആണ്. അപ്പോൾ അപ്ലോഡ് എനി എംപ്ലോയ്മെന്റ് പ്രൂഫ്, ഏതെങ്കിലും ഒരു എംപ്ലോയ്മെന്റ് പ്രൂഫ്, അതായത് നമ്മുടെ ജോയിനിങ് ലെറ്ററോ സാലറി സ്ലിപ്പോ അതിൽ ഏതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ താഴെയായിട്ട് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും. അപ്പോൾ അത് സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ അവർ ചോദിക്കുന്നത് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അതായത് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ സാലറി ക്രെഡിറ്റ് ആവുന്ന അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആണ്, യെസ് എന്ന് കൊടുക്കുക. കറക്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ റിജക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ യെസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഓക്കെ, അടുത്തത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആണ്, വെരിഫിക്കേഷൻ ആണ്. നമുക്ക് ഈ ലോൺ കാര്യങ്ങളൊക്കെ ലഭിക്കാനുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ IFSC കോഡ് എന്ന് പറയുന്നത് അവിടെ നമ്മുടെ IFSC കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി ബാങ്ക് അക്കൗണ്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് UPI ID കൊടുക്കുക. നമ്മുടെ ഗൂഗിൾ പേയുടെ ഒക്കെ UPI ID ഉണ്ടാവും, ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയവരുടെ UPI ID കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതും കൊടുത്തതിന് ശേഷം ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇതിൽ ലിങ്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് നമ്മുടെ പാരന്റ് ഡീറ്റെയിൽസ് ആണ്, അതായത് നമ്മുടെ ഫാദർ അല്ലെങ്കിൽ മദറിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. പ്ലീസ് എൻഷുർ ദാറ്റ് യു പ്രൊവൈഡ് കറക്റ്റ് പാരന്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഫാദർ നെയിം, അതുപോലെ ഫാദർ എന്താ പറയുക മൊബൈൽ നമ്പർ, അതായത് ഫാദറിന്റെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഫാദർ മൊബൈൽ നമ്പർ യൂസ് ചെയ്യുന്നില്ല എന്തോ നിങ്ങൾക്ക് ജസ്റ്റ് അതിൽ വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതിനുശേഷം മദർ നെയിം, മദർ മൊബൈൽ നമ്പർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ കൊടുക്കുക, അതല്ലെങ്കിൽ ഡസ് നോട്ട് യൂസ് മൊബൈൽ നമ്പർ, അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, അതൊക്കെ നിങ്ങൾ ലോജിക്ക് അനുസരിച്ച് കൊടുക്കുക. അതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതിൽ പറയുന്നുണ്ട് ഇൻകറക്റ്റ് ഡീറ്റെയിൽസ്, ചിലപ്പോൾ നമ്മുടെ റിജക്ഷൻ, ലോൺ ഡിജക്ഷനും അല്ലെങ്കിൽ നമ്മൾ ലിമിറ്റ് ഡിക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽസ് ആണോ കൊടുത്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ യെസ് എന്ന് പറയുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നിലവിൽ ടോട്ടൽ ലിമിറ്റ് 20,000 ആണ് വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ലിമിറ്റ് ഒന്നും അപ്രൂവൽ ആയിട്ടില്ല, കാരണം എന്താ വെച്ചാൽ ഇത് വെരിഫിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്രയാണോ ലിമിറ്റ് എന്നുള്ളത് ഇവിടെ അവൈലബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് എത്രയാണോ ലിമിറ്റ് അപ്രൂവൽ ആയത് ആ ഒരു അവിടെ കാണിക്കുന്നതായിരിക്കും. അതിന് ശേഷം നമുക്ക് ഈ ഒരു എമൗണ്ട് വെച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ലോണായിട്ട് പൈസ കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. ഗെറ്റ് ക്യാഷ് എന്ന് പറഞ്ഞ അവിടെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.
അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് അർബൻ മണി എന്നാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. കൂടാതെ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എമർജൻസി ആയിട്ട് ലോണ് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർ മാത്രം ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.